നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മിക്കവരും ടിപ്സൊക്കെ ഉപയോഗിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം കേട്ടോ. നല്ലവണ്ണം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ പീല്, തൊലി പ്ലസ് ഒലിവ് ഓയിൽ അത് പരീക്ഷിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ അത് തുടങ്ങിക്കോളൂ കേട്ടോ. അതിൻ്റെതായ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിക്ക് മുടി കറുപ്പിക്കാനുള്ള ഒരു ഇത് കഴിവ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചേച്ചി വിളിച്ചു ചോദിച്ചു, അലോവര ജെല്ല് തേച്ചു കഴുകി കളയണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിക്ക് തണുപ്പിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെച്ചിരിക്കാം, ഓവർനൈറ്റ് വെക്കാം. അല്ല, ചിലർക്ക് കൂടുതൽ നേരം തണുപ്പ് പറ്റില്ലല്ലോ, നീർപ്പിടുത്തം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ എന്ത് പാക്കും ഉപയോഗിക്കുന്നതിന് മുമ്പ് രാസനാലിപ്പൊടി നിറയെ തിരുമാം കേട്ടോ. കുളി കഴിഞ്ഞിട്ടും നിറയെ തിരുമാം കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് മുടി വളരുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളത് സോൾവ് ചെയ്യാനായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർത്ത് അരച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കാം കേട്ടോ. കാണിച്ചു തരാം. പിന്നെ ഫേസ് പാക്ക് ഒരെണ്ണം പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. എല്ലാവർക്കും കാണാൻ സാധിച്ചോ എന്നറിയില്ല, എന്താ പറ്റിയെന്നും അറിയില്ല കേട്ടോ. ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ എനിക്ക് മറ്റേ വീഡിയോ ഇടാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞല്ലോ ആ പ്രശ്നം കാരണം. അപ്പോൾ ചെറിയ ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. മിക്കവരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല ഫേസ് പാക്ക് കേട്ടോ. ഇല്ലെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ കാര്യം പറഞ്ഞു, മുടിക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അത് വിഷമിക്കാനില്ല കേട്ടോ. 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അത് ശരിയായിക്കോളൂ. മോൾക്ക് ചിലപ്പോൾ 13-14 വയസ്സാകുമ്പോൾ മെൻസസ് ആകുന്ന ടൈമിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അത് വിഷമിക്കാനില്ല. പിന്നെ നമ്മുടെ പാക്ക് ഉണ്ടല്ലോ, ഇപ്പൊ മോൾക്ക് ഈ സിട്രസ് ഫ്രൂട്ട്സ് കൊടുക്കും കേട്ടോ. ലെമൺ കൂടിയ, പിന്നെ ഓറഞ്ച്, പൈനാപ്പിൾ, ഗ്രേപ്സ്, ഇങ്ങനെ സിട്രസ് ഫ്രൂട്ട്സ് കൊടുത്തു എല്ലാ ദിവസവും കൊടുത്തു നോക്കൂ കേട്ടോ. അത് ശരിയായിക്കോളും. പിന്നെ കടുക്ക ഉണ്ടല്ലോ, കടുക്ക മേടിക്കാൻ കിട്ടും. അത് ചതച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം കുളിക്കുന്ന സമയത്ത്, കുളി കഴിയുമ്പോൾ ഒടുവിൽ ഈ വെള്ളം, കടുക്ക വെള്ളം അരിച്ച് അത് തലയിൽ ഒഴിച്ചിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കടുക്ക വെള്ളം കൊണ്ട് കുളിച്ചു നോക്കൂ കേട്ടോ, ശരിയാവും. അതല്ലെങ്കിൽ നമുക്ക് ശരിയായി. ഇപ്പൊ എന്റെ മുടിയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു കേട്ടോ, ബ്രൗൺ ഷെയ്ഡായിരുന്നു. ഇത് ശരിയായതാണ്. പിന്നെ ഓരോ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ശരിയായതാണ് കേട്ടോ. അപ്പൊ അതൊട്ടും വിഷമിക്കാനില്ല. മുളകൊന്നും ആയിക്കോട്ടെ കേട്ടോ, കുട്ടിയല്ലേ, ശരിയായിക്കോളൂ കേട്ടോ. പിന്നെ എറണാകുളത്ത് നിന്ന് ലിസ, നമ്മുടെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞു. വളരെ സന്തോഷം കേട്ടതിൽ കേട്ടോ. അപ്പൊ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അപ്പൊ നമുക്ക് പറഞ്ഞു തരാമല്ലോ. പിന്നെ ജ്യൂസ് ഡയറ്റ് ആണോ എന്ന് ചോദിച്ചു. നമുക്കത് ഡെയിലി കഴിക്കാം കേട്ടോ. കാരണം നമുക്ക് പല ജ്യൂസ് മാറി മാറി കഴിക്കുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ചൂടെല്ലാം കുറഞ്ഞ് നമുക്ക് ശരീരം തണുപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് കുറയാൻ സാധിക്കും. പിന്നെ അതിൽ വിറ്റാമിൻ എ, ഇ ഒക്കെ കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ റിസൾട്ടും ഉണ്ടാകും കേട്ടോ. മുടി വളരും, ആരും വിഷമിക്കണ്ട കേട്ടോ. എന്തിനും പരിഹാരമുണ്ട് കേട്ടോ. ഒരു കാരണമില്ലാതെ മുടി പോകണു എന്ന് പറഞ്ഞില്ലേ ഒരു ചേച്ചി. അപ്പൊ അത് ചിലപ്പോൾ ഈ സൈക്കിളിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന പോലെ ഉപയോഗിച്ചാൽ മതി കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഒരുവിധ ആൾക്കാർക്ക് ഇപ്പൊ ഒരു മനസ്സിനൊരു ധൈര്യം കിട്ടി കാണും, ഈ കാരണം കൊണ്ടായിരിക്കുമല്ലോ എന്ന് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ഇപ്പൊ തൈറോയിഡ് പോലെയുള്ള അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിച്ചോളൂ കേട്ടോ. വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അതും എന്താന്ന് വെച്ചാൽ ഡോക്ടറെ കണ്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ വെള്ളം ധാരാളം കുടിക്കാം, ശരീരം തണുപ്പിച്ചുകൊണ്ടിരിക്കാം. ഈ മാറി മാറി ടിപ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓയിലൊക്കെ ആണെങ്കിലും അല്പം ഓയിൽ, ഒരുപാട് വെളിച്ചെണ്ണ ആണെങ്കിലും ഒരുപാട് തലയിൽ തേച്ച് പിടിപ്പിക്കണ്ട കേട്ടോ. നമ്മൾ കുറച്ച്, അന്ന് ഞാൻ കാണിച്ചെന്നല്ലോ, കുറച്ചെടുത്തിട്ട് തലയോട്ടിലും മുടിയിലും തേച്ച് പിടിപ്പിക്കാം.
യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ എണ്ണകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തെ പൊടി മുടിയിൽ പിടിച്ച് അങ്ങനെ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കൂടുതലും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, ഒന്ന് തൊട്ട് വിടുത്താം, മാറി മാറി നമ്മൾ തൊട്ട് വിടുത്തല്ലോ. അപ്പൊ അത് കഴുകി കളയാൻ നമുക്ക് ഇതുപോലെ ഈ നെല്ലിക്കപ്പൊടിയൊക്കെ സാധിക്കും കേട്ടോ. പിന്നെ താളിപ്പൊടിയൊക്കെ വെച്ചിട്ട് കഴുകി കളയാൻ പറ്റും. ഷാമ്പു സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ, എന്നോട് ചോദിച്ചിരുന്നു ഷാമ്പു ഉപയോഗിക്കണോ, ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മൾ ഈ പാക്ക് ഉണ്ടല്ലോ നെല്ലിക്കപ്പൊടി, അത് തേച്ചാൽ തന്നെ നമ്മുടെ ചെളികളൊക്കെ പോകും, തലയില് അഴുക്കൊക്കെ പോകും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ 8ാം ക്ലാസ് മുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാക്ക്, അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പാക്ക് എന്താന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാട്ടോ നിങ്ങൾക്ക്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ, ഇത്രയും കൂട്ടങ്ങളാണ് ആ പാക്കിന് വേണ്ടത്. ഞങ്ങളുടെ പാലക്കാടുള്ള മുത്തച്ഛൻ വൈദ്യനായിരുന്നു. അപ്പൊ ആ മുത്തച്ഛൻ പറഞ്ഞു തന്ന മരുന്നാണ് കേട്ടോ. ഇത് തേക്കുമ്പോ ഇഷ്ടംപോലെ ധാരാളം മുടി വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ചോദിക്കും, രേഖയുടെ മുടി ഡെയിലി വളരുന്നുണ്ടല്ലോ എന്ന്. നല്ല റിസൾട്ടാണ് കേട്ടോ ഇത്, നല്ല റിസൾട്ടാണ്. ഇപ്പോഴും ആൾക്കാരെ, എൻ്റെ ഫ്രണ്ട്സ്, അവരുടെ മുടിയെല്ലാം കൊഴിഞ്ഞു, കാരണം അവർക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പൊ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത്, രേഖയ്ക്ക് ഇപ്പോഴും മുടിയുണ്ടല്ലോ. കാരണം അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഓരോ പ്രശ്നമായിരിക്കാം ഓരോരുത്തർക്ക്. അപ്പൊ ഞാൻ കാണുമ്പോൾ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചിലവർക്ക് സമയമില്ല, പിന്നെ ഇതൊക്കെ മെനക്കെട്ട് ചെയ്യണ്ടേ, അവർക്കും അതിൻ്റെതായ സൗകര്യം കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടിട്ടായിരിക്കാം കേട്ടോ. അപ്പൊ എന്ത് തന്നെയായാലും ഞാനിത് ഡെയിലി എന്ന് പറഞ്ഞോളാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുടിയാണ് സൗന്ദര്യം കേട്ടോ. അപ്പൊ നമ്മളെ ഒരു മുടി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല കേട്ടോ. അപ്പൊ മുടി നമുക്ക് വളർത്തിക്കൊണ്ടേയിരിക്കണം, മുടി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. മുടി ശ്രദ്ധിച്ചാൽ മുടി എന്ത് ചെയ്യും? നമ്മളെ സ്നേഹിക്കും. മുടിയെ സ്നേഹിക്കും, നമ്മളെ സ്നേഹിക്കും. വളർന്നുകൊണ്ടിട്ടായിരിക്കും കേട്ടോ കാണിച്ചു തന്നത്. അല്ലെങ്കിൽ പിന്നെ മുടി വിചാരിക്കില്ലേ, ഓ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ മുടി വളരണേ എന്നൊക്കെ. അല്ല, മുടിക്ക് ജീവനുണ്ട്, അതിന് സന്തോഷം കൊടുക്കാം നമ്മൾ കെയർ ചെയ്ത് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും അങ്ങനെയല്ലേ, ഞാൻ പറയാറുണ്ടല്ലോ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, ഗീവ് ലവ്സ് ആൻഡ് ടേക്ക് ലൈവ്സ്. ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ കുട്ടിക്കാലം മുതല് തേച്ചുകൊണ്ടിരുന്നതാണ്, അതിന്നും തുടരുന്നുണ്ട് കേട്ടോ. അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിന് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇത് എള്ളാണ് കേട്ടോ. എല്ലാത്തിനും നല്ലതാണ്. എള്ളെണ്ണയൊക്കെ ഉപയോഗിക്കണം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ പാക്ക് തേക്കുമ്പോൾ ആ എള്ളെണ്ണയുടെ ഒരു ഗുണം കിട്ടും, മുടിക്ക് തിക്നെസ് കിട്ടും, കറുപ്പ് കിട്ടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്ത് കുറവുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. നമ്മൾ ഇത് കഴുകി ഉണക്കി വറുത്ത് വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളെ കണ്ടിട്ടില്ലേ, എള്ളുണ്ടൊക്കെ കഴിപ്പിക്കുന്ന, ഇപ്പൊ മെൻസസ് പീരീഡ് കറക്റ്റ് ആയിട്ട് വരാത്ത കുട്ടികൾക്ക് എള്ളുണ്ട മേടിച്ചു കൊടുക്കാൻ പറയും കേട്ടോ. അപ്പൊ അത് ബ്ലഡ് ഉണ്ടാവാനാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് കഴുകി ഉണക്കി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പൂൺ വീതം കഴിക്കാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഇരട്ടി മധുരം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വായിലിടാം കേട്ടോ. അതിമധുരം എന്നൊക്കെ പറയും. നല്ല മധുരം. നമ്മള് വായിലിട്ടാലും അതിന്റെ ആ മധുരം എളുപ്പം പോകില്ല നാക്കിന്ന് കേട്ടോ. അതുകൊണ്ടാണ് അതിന് ഇരട്ടി മധുരം എന്ന് പേര് വരാൻ കാരണം. കഫമൊക്കെ എനിക്ക് നല്ലതാണ്. നമ്മുടെ സൗണ്ട്, പാട്ടുകാർക്കാണെങ്കിലും സൗണ്ട് നന്നാവാൻ പറ്റും. ഇതിന്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ, കുഞ്ഞു ടാബ്ലറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി. ശുദ്ധമായ നെല്ലിക്കപ്പൊടിയാണ് ഇത്. നമുക്ക് ഇതും കഴിക്കാം കേട്ടോ, റെസിസ്റ്റൻസ് പവർ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ താമര കേസരി എന്ന് പറയും, താമര അല്ലി എന്ന് പറയും, താമരപ്പൂവിന്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. ഇത് നമ്മള് കിട്ടാവുന്ന മാക്സിമം അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മാല കെട്ടുമ്പോ അവരുടെ കയ്യിലുണ്ടാവും ഇത്. അപ്പൊ നമ്മളത് മേടിച്ച് നമ്മൾ ഉണക്കി വെക്കാം. ഞാൻ ഇതുപോലെ ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ മാല കെട്ടുന്നിടത്തായിരിക്കും കണ്ണ് ഇതുണ്ടോന്ന് അറിയാനായിട്ട്. അപ്പൊ ഗുരുവായൂർ പോയപ്പോ ഒരു തിരുമേനി നന്നാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടു ഈ താമരപ്പൂ. അപ്പൊ ഞാൻ നോക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് കളയാനാണോന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, എന്തേ വേണോന്ന് ചോദിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ ചോദിക്കാനൊരു വിഷമം, എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഒരു തോന്നലാണല്ലോ. പക്ഷെ എന്തോ ഞാൻ ചോദിച്ചു, ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ട് ചോദിപ്പിച്ചു, എന്റെ ഇഷ്ടം അദ്ദേഹം മനസ്സിലാക്കി ചോദിപ്പിച്ചതായിരിക്കാം.
അപ്പൊ ചോദിച്ചപ്പോ ഞാൻ എടുത്തു വെക്കാം, പ്രദക്ഷിണം വെച്ച് വന്നോളൂ, അഥവാ ഞാനില്ലെങ്കിൽ ഞാനിവിടെ ഏൽപ്പിച്ചേക്കാന്ന് പറഞ്ഞു. മരുന്നിനാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം മഞ്ഞപ്പട്ടില, ഞാൻ പ്രദക്ഷിണം വെച്ച് വരുമ്പോ മഞ്ഞപ്പട്ടില എടുത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ കൃഷ്ണന്റെ അമ്പലത്തിൽ, എവിടെ ഏത് അമ്പലത്തിൽ പോയാലും നമുക്ക് ഇതുപോലെ ചോദിച്ചാൽ അവർ തരും കേട്ടോ. അപ്പൊ അങ്ങനെ മേടിച്ച് സൂക്ഷിച്ചു വെക്കുക. 2-3 എടുക്കാതെ താമര കസേര 2-3 താമരയുടെ എടുക്കാം കേട്ടോ. ഇതാണ്. പിന്നെ പണ്ടൊക്കെ എന്ന് പറയുന്നത്, ഇന്നിപ്പോ എല്ലാം പൊടികളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇരട്ടിമധുരമൊക്കെ ഉണ്ടല്ലോ, വേരാണല്ലോ, ഇത്രയും മുറിച്ച കഷ്ണങ്ങൾ ഉണക്കിയതായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ. അതുപോലെ നെല്ലിക്ക ആണെങ്കിൽ ഉണക്ക നെല്ലിക്ക ആയിരിക്കും, കുരുവോട് കൂടിയ ഉണക്ക നെല്ലിക്ക ആയിരിക്കും. അപ്പൊ നമ്മൾ കുരു കളഞ്ഞ് ഇതെല്ലാം എന്ത് ചെയ്യും, ചതച്ച് ഉരലിലിട്ട് ചതയ്ക്കും. ചതഞ്ഞ് വരുമ്പോൾ അമ്മിക്കല്ലിലിട്ട് വെള്ളം ചേർത്ത് അരച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പേസ്റ്റ് പരുവത്തിലെടുക്കും ഇതെല്ലാം കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ എള്ളും ഇതും അല്പനേരം വെള്ളത്തിൽ കുതിർത്താൻ നന്നായി കേട്ടോ, അരയ്ക്കാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ തലോട്ടിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയും. അങ്ങനെ നമ്മൾ മിക്കവാറും ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുടി വളർച്ച ഉണ്ടാവും കേട്ടോ. നമ്മുടെ സൈക്കിളിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ, ഈ പാക്കൊക്കെ തേക്കുന്നതുകൊണ്ട് നമുക്ക് കൊഴിഞ്ഞുപോക്കാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നിർത്താൻ പറ്റും കേട്ടോ. പോയാലും നമുക്ക് തിരിച്ചു വരും. അതുപോലെ ഗ്രോയിങ് സമയത്താണെങ്കിൽ മുടിക്ക് തിക്നെസ് ഉണ്ടാവും, നല്ല ബ്ലാക്ക് ഉണ്ടാവും കേട്ടോ, പിഗ്മെന്റേഷൻ ഉണ്ടാവും ആ സമയത്ത്. അപ്പൊ നമ്മൾ അതിന് വേണ്ട, കുട്ടികൾക്കാണെങ്കിലും വളരുന്ന പ്രായത്തിൽ നമ്മൾ കൂടുതൽ വിറ്റാമിൻ, കാൽസ്യം കൂടുതലുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെയാണ് കേട്ടോ. എന്നും ഒരേപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ എല്ലാം കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്ക് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഒരു പ്രചോദനം ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ മോട്ടിവേഷൻ ആയിരിക്കും കമന്റിലൂടെ എനിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോ പഴയ വീഡിയോസ് എല്ലാം കാണാം, അതിലെല്ലാം ഉണ്ടാവും കേട്ടോ. ഓരോന്നിനും ഞാൻ ഇതാണ് കേട്ടോ അരച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയത് കേട്ടോ. ഇത് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് നന്നായി പിടിപ്പിക്കുക. 1/2 മണിക്കൂർ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ, പൊക്കോളും. വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിക്കളഞ്ഞാൽ മതി, പൊക്കോളും കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് പരീക്ഷിക്കുന്നു കേട്ടോ. ഈ തലയ്ക്ക് നല്ല ചൂടൊക്കെ ഉള്ള സമയമുണ്ടല്ലോ, ചിലവർ പറയില്ലേ തല ചൂടായിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് നല്ലതാണ് കേട്ടോ. തേച്ച് കഴിയുകയാണെങ്കിൽ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും, നല്ല സുഖമായിരിക്കും. രാത്രിയൊക്കെ ഉറക്കം കിട്ടാനൊക്കെ സുഖമായിരിക്കും കേട്ടോ, നല്ല ശാന്തത ഉണ്ടാവും. അപ്പൊ ഇതൊന്ന് പരീക്ഷിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരും.